എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു സീരീസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ക്ലാസ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ കമന്റ്സ് ആയിട്ടും ഒക്കെ അറിയാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും പഠിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ കാണുക. നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവർക്കും, അല്ലെങ്കിൽ കുറച്ച് ഏജ് ഒക്കെ ആയതിനു ശേഷം ഒന്ന് കമ്പ്യൂട്ടർ പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തായിരിക്കും പോകുന്നത്. ഒരുപാട് പെട്ടെന്നൊന്നും നമ്മൾ പറഞ്ഞു തീർക്കത്തില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിക്കും. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. അപ്പൊ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് നമ്മളുടെ ഓരോ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതിലുപരി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കാം. അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നു, നിങ്ങൾക്കത് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ മാത്രം കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടെ ഒരു ഇമേജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇമേജിനെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മൾ കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ടോ നമുക്ക് പറഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ MS വേർഡിലെ. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ നോക്കാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പിക്ചറിനെ MS വേർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഒരു ആള് കൂടെ എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് വേണം. അതായത് ഒരു ടാബ് കൂടെ നമുക്ക് ഇവിടെ വേണം. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോ ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ നമുക്കില്ല. അപ്പൊ ആ ഒരു എക്സ്ട്രാ ടാബിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇമേജിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക. എന്നിട്ട് ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് ഇങ്ങനെ സെലക്ട് ആയിരിക്കുന്നത്. അതായത് ആ ഇമേജിന്റെ ചുറ്റും നമുക്കിന് ഒരു സർക്കിള് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇമേജ് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് അതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ടാബ് കാണാം. അതായത് പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്. അതായത് ആ ടാബിനകത്താണ് നമ്മളുടെ പിക്ചറിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ടൂളുകളെല്ലാം ഇരിക്കുന്നത്. അതായത് അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ടൂളുകളെല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇമേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൂള് കാണാൻ പറ്റത്തില്ല, ആ ഒരു ടാബ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇമേജിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് മുകളിൽ കാണുന്നത്. അപ്പൊ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണണമെങ്കിൽ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ എവിടെങ്കിലും മൗസ് ഒന്ന് കൊണ്ടുവെക്കുക. അതിന്റെ ആൽഫബറ്റ്സ് ഉള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. ഒന്നെങ്കിൽ P അല്ലെങ്കിൽ IA അല്ലെങ്കിൽ C, നമ്മുടെ ഇഷ്ടമാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ കൊണ്ടുവെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ടാബുകൾ. അതായത് ഈ പിക്ചർ ഫോർമാറ്റിന്റെ അണ്ടറിൽ നമുക്ക് കാണാം പല പല ഗ്രൂപ്പുകളായിട്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് സമാധാനമായിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പാണ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആക്സസിബിലിറ്റി. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലെല്ലാം ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം വരെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് പിക്ചർ ബോർഡർ എന്ന് പറയും. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്.
നമ്മളിങ്ങനെ എല്ലാം കൂടെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ് അങ്ങനെയാ പോകുന്നത്, കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പിക്ചർ ബോർഡർ. പിക്ചർ ബോർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിക്ചറിന് ബോർഡർ കൊടുക്കുക. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഒരു പിക്ചർ ഉണ്ട്, ഇതിന് നമുക്ക് ബോർഡർ കൊടുക്കാം. അപ്പൊ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ പിക്ചർ ബോർഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് ഒന്ന് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. നേരത്തെ പറയുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ഒരുപാട് കളേഴ്സ് ഇവിടെ കാണാം. അപ്പൊ ഈ കളേഴ്സില് നമ്മളിങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ ചൂസ് ചെയ്ത കളറില് ഇമേജിന് ബോർഡർ വരുന്നത് കാണാം. എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ട് വെച്ച് നോക്കിയിട്ട് നമുക്കിതിൽ ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്യാനായിട്ട് അതിലോട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്ത ആ കളറില് പിക്ചറിനൊരു ബോർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പിക്ചറിന് ബോർഡർ കൊടുക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ വേറൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഒരു പിക്ചറിനെ ഒന്ന് കൊണ്ടുവരുവാണ്. പിക്ചർ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ടാബ് അവിടെ വരും. ഇനി നമുക്ക് മുകളില് ആ ഒരു ടാബ് കാണുന്നില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ ഈ കാണുന്ന ഇമേജിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടാബ് അവിടെ വരും. അപ്പൊ വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിക്ചർ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ പിക്ചർ ബോർഡർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തു. അതായത് പിക്ചറിന് ബോർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ബോർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, ലെഫ്റ്റ് ക്ലിക്ക് ആണ് നമ്മൾ സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ എക്സ്ട്രാ ഒരു മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൗസ് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ സൗകര്യം ഏതാണോ അത് നമ്മൾ ചെയ്യുക. ഞാനിപ്പോ ഒരു എക്സ്ട്രാ മൗസ് കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പിക്ചർ ബോർഡർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കൊണ്ടുവച്ചു. പക്ഷേ നമുക്ക് പിക്ചറിന് ബോർഡർ ഒന്നും കാണുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാല് നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊണ്ടുവന്നു. പക്ഷെ അതിന് ഈ കാണുന്ന പിക്ചർ സ്റ്റൈൽസിൽ നിന്നും ബോർഡർ ആയിട്ടുള്ള സ്റ്റൈലുകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കളർ മാറ്റിയപ്പം വരാത്തത്. കാരണം ബോർഡർ ഇല്ല, പിന്നെ എങ്ങനെയാണ് കളർ നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പിക്ചർ സ്റ്റൈൽസിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള, കണ്ടോ, നമ്മൾ ഈ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ബോർഡർ കാണാം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് ബോർഡർ ഉള്ള സ്റ്റൈലാണോ വേണ്ടത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡറിന്റെ സ്റ്റൈല് ചൂസ് ചെയ്യുക. എന്നിട്ട് പിക്ചർ ബോർഡേഴ്സ് സെലക്ട് ചെയ്തിട്ട് കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കളറിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നമുക്കൊരു ലൈവ് പ്രിവ്യൂ കാണാം. ആ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് പിക്ചറിന് നമ്മൾ ബോർഡർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കളർ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലോട്ട് മൗസ് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രെയിം ആയിട്ട് മറ്റൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈല് കൊടുത്തിട്ട് വേണം നമ്മുടെ ബോർഡറിന്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഇതിന്റെ തൊട്ട് താഴെ ഒരു നോ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കളറ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പിക്ചറിന്റെ ബോർഡർ അതാണ് ഔട്ട്ലൈൻ, ആ ബോർഡർ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ നോ ഔട്ട്ലൈൻ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഈ നോ ഔട്ട്ലൈൻ എന്നുള്ളതിലോട്ട് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോ തന്നെ, ചുമ്മാ മൗസ് വെച്ചിട്ടേ ഉള്ളൂ, വെച്ചപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ നോ ഔട്ട്ലൈൻ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്താല് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ നമ്മൾ ബോർഡർ ഓൾറെഡി കൊടുത്തു റെഡ്. ഇനി നമുക്ക് ബോർഡർ വേണ്ടെങ്കിൽ
നോ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ഒന്നും ഇല്ലാതെ ആ പിക്ചറിനെ കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യം ഒന്നുകൂടെ നോക്കാം. പിക്ചർ ബോർഡറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ബോർഡർ വരും. ഇനി ബോർഡർ വേണ്ടെങ്കിൽ പിക്ചർ ബോർഡറിൽ നിന്നും നോ ഔട്ട്ലൈൻ എന്നുള്ളതിൽ മൗസ് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, മോർ ഔട്ട്ലൈൻ കളേഴ്സ്. അതായത് കൂടുതൽ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ കൂടുതൽ കളേഴ്സ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ മോർ ഔട്ട്ലൈൻ കളേഴ്സ് എന്ന് പറയുന്ന ഇത് ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും പല കളേഴ്സിന്റെ ഒരു കോമ്പിനേഷനും, ലൈറ്റ് കളറും ഡാർക്ക് കളറും മിക്സും ഒക്കെ, അങ്ങനെ ഒരുപാട് കളർ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ആ കളറ് സെലക്ട് ചെയ്യാനായിട്ട് ആ കളറിലോട്ട് ഇങ്ങനെ വെക്കുക. ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കളർ എല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് സെറ്റ് ആക്കാനായിട്ട് ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ചൂസ് ചെയ്ത കളർ അവിടെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, പിക്ചർ ഫോർമാറ്റിൽ നിന്നും പിക്ചർ ബോർഡറിൽ നിന്നും മോർ ഔട്ട്ലൈൻ കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് കളറിന്റെ ലൈറ്റ് കളറും ഡാർക്ക് കളറും എല്ലാം നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിതിൽ ഏത് കളറാണോ വേണ്ടത് അതിലോട്ട് ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ട് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കളർ ഇവിടെ ഇങ്ങനെ ബോക്സിൽ കാണാൻ പറ്റും. എന്നിട്ട് ആ ഒരു കളർ അപ്ലൈ ആകാനായിട്ട് ഇവിടെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓക്കെയിലോട്ട് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ ഈ പറഞ്ഞ 3 ഓപ്ഷൻ. സിമ്പിൾ ആണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ബോർഡർ കൊടുക്കുക. നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ വേണ്ട, ഔട്ട്ലൈൻ കളയുകയാണ്. മോർ ഔട്ട്ലൈൻ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കളേഴ്സ് കൂടാതെ ഒരുപാട് കളേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് മോർ ഔട്ട്ലൈൻ കളേഴ്സ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് ചുമ്മാ ഞാൻ മൗസ് കൊണ്ട് വെച്ചതേ ഉള്ളൂ. കൊണ്ടുവച്ചപ്പോ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് പല തരത്തിലുള്ള വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. 1/4 PT, അതുപോലെ തന്നെ 1/2 PT, 3/4, 1 PT, 1.5 PT, 2, അങ്ങനെ ഒരുപാട് വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലോട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ കാണുന്ന ബോർഡറിന്റെ വെയിറ്റ് നമുക്ക് കൂടുതൽ കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് കൊടുക്കാം. അതായത് കട്ടി കുറച്ചതും കൂടുതലും ഒക്കെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചുമ്മാ നമ്മൾ ഈ ഒരു 1/4 PT മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ നമ്മളത് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ലൈവ് പ്രിവ്യൂ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കണ്ടോ വെക്കുന്ന അനുസരിച്ച് നമുക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാല് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്കിതിൽ ഏത് വെയിറ്റിലുള്ള ബോർഡർ ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ പിക്ചർ ഇത്രയും തിക്നെസ് ഉണ്ട് ഇതിന്റെ ചുറ്റും. അപ്പൊ നമുക്ക് കുറയ്ക്കണേലും കൂട്ടണേലും നമ്മൾ ചുമ്മാ ഈ വെയിറ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക. മൗസ് വെക്കുമ്പോൾ തന്നെ വലതുവശത്ത് നമുക്ക് വലിയൊരു ലിസ്റ്റ് കാണാം. എന്നിട്ട് മൗസ് ഇങ്ങനെ നേരെ നീക്കുക. നീക്കി കഴിയുമ്പോൾ അപ്പുറത്തെ ബോക്സിൽ വരും. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി 6 PT എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അതിന്റെ ഔട്ട്ലൈൻ വെയിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇതിന്റെ തൊട്ട് താഴെ സ്കെച്ചഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം വെയിറ്റിന്റെ താഴെ. അപ്പൊ അതിലോട്ട് വെക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്കെച്ചഡിന്റെ പലതരത്തിലുള്ള ലൈൻസ് കാണാം. അപ്പൊ കണ്ടോ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാം. അപ്പൊ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന പോലത്തെ സ്കെച്ചഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാനായിട്ട് അതിലോട്ട്, ഇപ്പൊ കെർവഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിലോട്ട് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതാണ് സ്കെച്ചഡ് എന്ന് പറയുന്നത്. പിന്നെ ഡാഷസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡാഷ് ലൈൻ ഇട്ട് നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡാഷ് എന്ന് പറയുന്ന ഇതിലോട്ട് വെക്കുക. വെക്കുമ്പോൾ തന്നെ വലതുവശത്ത് നമുക്ക് വലിയ ലിസ്റ്റ് കാണാം. മൗസ് ഇങ്ങനെ വലത്തോട്ട് നീക്കുക. നീക്കി കഴിയുമ്പോൾ പല തരത്തിലുള്ള ഡാഷ്ഡ് ലൈൻസ് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുമ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ വരും. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ പിക്ചർ ബോർഡറിലുള്ള നിരവധി ഓപ്ഷൻസ്. അപ്പൊ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പിക്ചർ ബോർഡർ എന്ന് പറഞ്ഞാല്. നമ്മൾ ആദ്യം ഇമേജിനെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് അതിന് വലിയ
ഭംഗിയൊന്നുമില്ല, ഇങ്ങനെയായിരുന്നത്. പക്ഷെ നമ്മളതിനെ ബോർഡറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തു. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ കൊടുക്കുക, എന്നിട്ട് പിക്ചർ ബോർഡറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാൻ ഇഷ്ടമുള്ള കളറിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോ ഔട്ട്ലൈൻ, നമുക്ക് ഈ ബോർഡർ വേണ്ടെങ്കിൽ പിക്ചർ ബോർഡറിൽ നിന്നും നോ ഔട്ട്ലൈൻ. ഇനി കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ മോർ ഔട്ട്ലൈൻ കളേഴ്സ്. വെയിറ്റ് എന്ന് പറഞ്ഞാല് പല വലുപ്പത്തിലുള്ള ആ ഒരു ലൈൻസ് ബോർഡർ നമുക്ക് കിട്ടും. സ്കെച്ചഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ഡ്രോയിങ് പോലെ നമുക്ക് പലതരത്തിലുള്ള സ്കെച്ചഡ് ലൈൻസ് കിട്ടും. ഡാഷസ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള ഡാഷ്ഡ് ലൈൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക, സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇമേജ് എഡിറ്റിംഗിന്റെ പിക്ചർ ബോർഡേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരെ ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 1-2-3 തവണ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ അങ്ങ് ചെയ്തു പോക്കോളും. അപ്പൊ ഒരു പ്രയാസമില്ല നമുക്ക് പഠിക്കാനായിട്ട്. ആവർത്തിച്ച ക്ലാസ്സുകളൊക്കെ 2-3 തവണ ഒന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് പറയുക. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രയാസമൊന്നുമില്ല പഠിക്കാന്. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ അപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.